എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മദറിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമുക്ക് സെഷൻ എടുക്കാനായി നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അർച്ചന രാജാണ്. അർച്ചന മാഡം PhD എടുത്തിരിക്കുന്നത് സൈക്കോളജിയിലാണ്. ഒപ്പം ഒരു സർട്ടിഫൈഡ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് കൂടിയാണ്. കഴിഞ്ഞ 24 വർഷങ്ങളായി കാനഡയിലും ഇന്ത്യയിലും ഓട്ടിസം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മാഡം പ്രവർത്തിച്ചു വരുന്നു. പാരന്റ്സ്, ക്ലിനിഷ്യൻസ് എന്നിവർക്കായി വളരെയധികം വർക്ക്ഷോപ്സും സെഷൻസും ഒക്കെ നടത്തി വരികയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓട്ടിസം, ഏർലി സയൻസ്, സിംറ്റംസ് ആൻഡ് ഇന്റർവെൻഷൻസ് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനായി സ്നേഹാദരങ്ങളോടെ ഡോക്ടർ അർച്ചന രാജിനെ ക്ഷണിച്ചുകൊള്ളും. ഓവർ ടു യു മാം. Thank you, Dhanya. Thank you so much for that introduction. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാലോ അല്ലെ? ധന്യ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം മാഡം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മദർ എന്ന ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇങ്ങനെ ഒരു ടോപ്പിക് ഓട്ടിസം എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കിടുന്നതിനും ലഭിച്ച ഈ ഒരു അവസരത്തിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഞാനിപ്പോ എന്റെ പ്രസന്റേഷൻ തുടങ്ങാൻ പോവുകയാണ്. അതിലേക്ക് ഒരു 2 സെക്കൻഡ് ഒന്ന് പവർ പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഷെയർ ആയിട്ടില്ല. ഇല്ലല്ലോ അല്ലെ? ഒരു സെക്കൻഡ്. കാണാം. ഫുൾ സ്ക്രീൻ ആക്കിക്കോളൂ മാഡം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം ഓട്ടിസം എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിലെ വളരെ തുടക്കത്തിൽ തന്നെ എങ്ങനെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നമ്മൾക്ക് ആ കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾക്കറിയാം, ഒരു 10-12 വർഷങ്ങൾ മുമ്പ് വരെ നമ്മൾക്ക് ഈ ഓട്ടിസം എന്നുള്ളത് അത്ര പരിചയമുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനോ ആയിരുന്നില്ല. എന്നാൽ ഇന്ന് ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിലും എല്ലാം തന്നെ നമ്മൾക്കറിയാം ഓട്ടിസം എന്ന കണ്ടീഷനുള്ള കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ഡയഗ്നോസിസ് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. ഓട്ടിസം കൂടിയതാണോ എന്ന് ചോദിച്ചാൽ ഓട്ടിസം കൂടിയതല്ല. ഓട്ടിസത്തിനെ പറ്റിയുള്ള അവയർനെസ്സും അതുപോലെ തന്നെ ഓട്ടിസം കണ്ടുപിടിക്കാനും ഡയഗ്നോസ് ചെയ്യാനുമുള്ള നമ്മുടെ കപ്പാസിറ്റി കൂടിയത് കൊണ്ടാണ് നമ്മൾ ഇത്ര അധികം ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ ചുറ്റും കാണുന്നത്. ഇപ്പൊ US ചെയ്ത ചില പഠനങ്ങളുടെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 1 out of 36 children are getting a diagnosis of autism before the age of 8. അതായത് 8 വയസ്സിന് മുമ്പ് തന്നെ ഒരു 36 കുഞ്ഞുങ്ങൾ എടുത്താൽ അതിൽ ഒരു കുഞ്ഞിന് ഓട്ടിസം എന്നുള്ള ഡയഗ്നോസിസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ അധികം ആണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ. ഇപ്പം US പോലെ തന്നെ നമ്പേഴ്സ് ആണ് ഇപ്പൊ യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും 1 in 40, 1 in 50 എന്നുള്ള രീതിയിലൊക്കെയാണ്. ഇന്ത്യയിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ നമ്പേഴ്സ് അറിയില്ല. ഹോപ്പ്ഫുള്ളി വിൽ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് നമ്പേഴ്സ് സൂൺ. ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ചും കൂടെ നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമ്മൾക്കറിയാം ഓട്ടിസം എന്ന ഡയഗ്നോസിസ് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മുടെ ചുറ്റും കൂടുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാവുന്ന വേറൊരു കാര്യം, ഓട്ടിസത്തിന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിന് ഓട്ടിസം ഉണ്ടാകുന്നത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇപ്പോഴും ഇല്ല. ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, എന്നാൽ എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം ഇപ്പോഴും ഇല്ല. അതുപോലെ തന്നെ ഓട്ടിസം എന്നുള്ള ആ ഒരു കണ്ടീഷൻ അത്
അതിന് ക്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്യൂർ ഇല്ല, പക്ഷെ സിംറ്റംസ് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് കാരണം അറിഞ്ഞുകൂടാ, അതുപോലെ തന്നെ ക്യൂർ എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചിലതുണ്ട്. അതായത് എത്രയും നേരത്തെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് കുഞ്ഞിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടിസത്തിന്റെ സിംറ്റംസ് ഒരുപാട് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വളരെ നേരത്തെ തന്നെ ഈ ഓട്ടിസത്തിന്റെ സയൻസ് എന്തൊക്കെയാണെന്നുള്ളതും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കുഞ്ഞിനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു കൂട്ടായ്മ ഡിവൈൻ മദർ എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ ഫോക്കസ് ടെക്നിക്കൽ ആയിരിക്കില്ല, കുറെ കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് ആയിരിക്കും. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ലക്ഷണങ്ങൾ വളരെ നേരത്തെ തന്നെ, അതായത് കുഞ്ഞിന് 16 മാസം ആവുന്നതിന് മുമ്പ് തന്നെ, 16 മാസത്തിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കുഞ്ഞ് കാണിച്ചു തുടങ്ങുക എന്നും അങ്ങനത്തെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന്, വീട്ടിൽ എന്ത് ചെയ്യണം എന്നുള്ളതും ആയിരിക്കും ഇന്നത്തെ ഫോക്കസ്. എന്താണ് ഓട്ടിസം? നമ്മൾക്കറിയാം ഓട്ടിസം ഇറ്റ്സ് എ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ, അങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഓട്ടിസം ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ അത് അഫക്റ്റ് ചെയ്യാണ്. അത് ഏത് രീതിയിലാണ് കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരും ചുറ്റുപാടുമുള്ള വസ്തുക്കളും. കുഞ്ഞിന്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ യൂഷ്വലി ടോയ്സും മറ്റു വീട്ടിലുള്ള സാധനങ്ങളുമാണ്. അപ്പൊ ചുറ്റുപാടുമുള്ള ആൾക്കാരും ചുറ്റുപാടുമുള്ള വസ്തുക്കളായിട്ട് കുഞ്ഞിന്റെ കണക്ഷൻ, ഒരു ഇന്ററാക്ഷൻ, അവിടെയാണ് ഓട്ടിസം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കുഞ്ഞിന്റെ ചുറ്റുവട്ടം ആ ഒരു കണക്ഷൻ ഉണ്ട്. നമ്മളൊരു പാലം പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രിഡ്ജ് പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും അങ്ങനെയാണ് ആലോചിക്കുക. കുഞ്ഞിന്റെ ചുറ്റുപാട്, ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എപ്പോഴും. ഈ പാലത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരുപാട് ട്രാഫിക് വേണം. ഒരു ടിപ്പിക്കൽ ഡെവലപ്മെന്റ്, നോർമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞ് ജനിച്ച് 2 മാസം 3 മാസം 6 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ട്രാഫിക് വളരെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ആ കണക്ഷനിൽ കൂടെ. എന്നാൽ ഓട്ടിസം ഉള്ള കുട്ടികളില് ഈ പാലത്തിലൂടെയുള്ള ട്രാഫിക് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഈ കണക്ടിവിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എഫക്റ്റ് ആവും. നമ്മൾക്കറിയാം ഹ്യൂമൻ ബേബീസ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ സ്പീച്ചും ലാംഗ്വേജ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇന്ററാക്ഷനിൽ കൂടെയാണ്. കുഞ്ഞിന്റെ അമ്മ, അച്ഛൻ, പിന്നെ വീട്ടിലുള്ള ബാക്കി ആൾക്കാർ, ചേച്ചി, ചേട്ടൻ, അങ്ങനെയുള്ള സഹോദരങ്ങൾ എല്ലാവരുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനിൽ കൂടെയാണ് കുഞ്ഞിന് ഭാഷ വരുന്നത്. അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ ബ്രെയിനിൽ സംഭവിക്കുന്നില്ല, ബ്രെയിനിൽ വരുന്ന ഒരു ഡിസോർഡർ കൊണ്ട് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞിന്റെ ലാംഗ്വേജിന് അത് എഫക്റ്റ് ആവും. ഓട്ടിസത്തിൽ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഒന്ന് മനസ്സിൽ വെക്കുക. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് ബ്രെയിനിൽ ആ കണക്ടിവിറ്റി എങ്ങനെയാണ്, ഈ കുഞ്ഞും പരിസരവുമായിട്ട് എങ്ങനെയാണ് കണക്ടിവിറ്റി വരേണ്ടത്, അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാതലായിട്ടുള്ള ഒരു വസ്തുത എന്താന്ന് വെച്ചാൽ സോഷ്യൽ ഇന്ററാക്ഷനിലെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ബാക്കി പ്രശ്നങ്ങളാണ് നമ്മൾ പുറമേക്ക് കാണുന്ന ഒരുപാട് സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പോ ഓട്ടിസത്തില് കാതലായിട്ട് എന്ന് പറയുന്ന കോർ ഡെഫിസിറ്റ്, കാതലായിട്ട് 3 കാര്യങ്ങളാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ആ സോഷ്യൽ കണക്ഷൻ, സോഷ്യൽ ഇമ്പയർമെന്റ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ആ കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സ്പീച്ച് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിലൊക്കെ പ്രശ്നം വരും. ഇതിലെല്ലാം ഉപരിയായിട്ട് കുഞ്ഞിന്റെ കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നം വരും. നമ്മൾക്കറിയാം സ്പീച്ച് എന്ന് പറയുന്നതും ലാംഗ്വേജ് എന്ന് പറയുന്നതും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും 3 വ്യത്യാസമുള്ള ഘടകങ്ങളാണ്. അതിന് ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. ലാംഗ്വേജ് അല്ല കമ്മ്യൂണിക്കേഷൻ. ചില സമയത്ത് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ വാക്കുകൾ പറയാൻ പറ്റും, സെന്റൻസസ് പോലും പറയാൻ സാധിക്കും ചില സമയത്ത്. പക്ഷേ അത് ഒരു ഫങ്ഷണൽ ആയിട്ട്, ഒരു സോഷ്യൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ എനിക്ക് എന്തെങ്കിലും എഴുതണം. അപ്പൊ എൻ്റെ അടുത്ത് പേപ്പർ ഉണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് പേനയില്ല.
അപ്പോ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, എന്റെ പെൻ കാണുന്നില്ല. അപ്പൊ എനിക്കറിയാം എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളത്. എനിക്കറിയാം എനിക്കൊരു പേന വേണം എന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. അപ്പൊ എന്റെ ഫ്രണ്ട് ധന്യ ഈ റൂമിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കും, ഞാൻ ഇരിക്കുന്ന റൂമിൽ തന്നെ ഉണ്ട്. അപ്പൊ എനിക്കറിയാം ധന്യയുടെ അടുത്ത് പെൻ ഉണ്ടെന്നുള്ളത്. എനിക്ക് അത് ചോദിക്കാനുള്ള കഴിവും ലാംഗ്വേജ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ലാംഗ്വേജ് ഉപയോഗിക്കണമെങ്കിൽ, ആ ഉപയോഗത്തിൽ കൂടെ എനിക്ക് പെൻ കിട്ടണമെങ്കിൽ എനിക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ധന്യ എവിടെയാ ഇരിക്കുന്നതെന്ന് ഞാൻ ആദ്യം നോക്കണം. ഇപ്പൊ എന്റെ തൊട്ടടുത്തല്ല ധന്യ എങ്കിൽ ഞാൻ ധന്യയുടെ അടുത്തേക്ക് പോകണം. അവിടെ എത്തിയ സമയത്ത് ധന്യ വേറൊരാളോട് സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് പോയിട്ട് ധന്യയോട് പെൻ ചോദിക്കാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് ധന്യ അയാളോട് സംസാരിച്ചതിന് ശേഷം ധന്യയുടെ അറ്റൻഷൻ, ഞാൻ ധന്യയുടെ പേര് വിളിക്കും, ധന്യ, അല്ലെങ്കിൽ ഞാൻ ധന്യയുടെ ഷോൾഡറിൽ ഒന്ന് തൊടും, എനിക്ക് പേന വേണം, ഒരു പേന തരാമോ എന്ന് ഞാൻ പറയും. എന്നിട്ട് ധന്യയുടെ റിയാക്ഷൻ എന്താണെന്നും കൂടെ ഞാൻ നോക്കും. എന്നിട്ട് കാരണം ധന്യ പേന എടുക്കുന്നുണ്ടോ, ഇനി അഥവാ പേന എടുത്തില്ല, ധന്യ എന്നെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചോദിക്കും, ധന്യ എനിക്കൊരു പേന വേണം, തരാമോ എന്ന് ഞാൻ ചോദിക്കും. എന്നിട്ട് ധന്യയുടെ റെസ്പോൺസ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഈ സെന്റൻസ് പറയാൻ കഴിവുണ്ട്, പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ചുറ്റും വേണം, എന്നാലേ ഇത് കമ്മ്യൂണിക്കേഷൻ ആവുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇവിടെയാണ് പലപ്പോഴും ഓട്ടിസത്തിൽ പ്രശ്നം വരുന്നത്. ചില സമയത്ത് കുഞ്ഞുങ്ങളിൽ ലാംഗ്വേജ് ഉണ്ടാവാം, എന്നാൽ അത് ഫങ്ഷണൽ ആയിട്ട്, കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് അവർക്കും ചുറ്റുമുള്ളവർക്കും ഉപകാരമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അറിയില്ല. അത് പ്രശ്നം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ടിവിറ്റി, ബ്രെയിനും പരിസരവുമായിട്ടുള്ള കണക്ടിവിറ്റിയിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങളിൽ പലപ്പോഴും പല കാര്യങ്ങളിലും വളരെ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും. അതായത് ഒരു കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു കാറ് കൊടുത്തു കഴിഞ്ഞാൽ പല ടിപ്പിക്കൽ ഡെവലപ്മെന്റിൽ കാറ് കൊണ്ട് എങ്ങനെ കളിക്കണം എന്നറിയാമായിരിക്കും. എന്നാൽ ഓട്ടിസത്തിൽ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ ഈ കാർ എടുത്തിട്ട് ചിലപ്പോൾ തിരിച്ചു വെച്ച് അതിന്റെ വീൽസ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒരു ചെറിയ ആംഗിളില്. അല്ലെങ്കിൽ ചുമന്ന കാറ് കൊണ്ട് മാത്രമേ കളിക്കുകയുള്ളൂ, മഞ്ഞ കാറ് കൊടുത്താൽ കളിക്കില്ല. ഇങ്ങനെ വളരെ റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത പല ബിഹേവിയേഴ്സും ഈ കുഞ്ഞുങ്ങൾ കാണിക്കും. അപ്പൊ ഇതാണ് കോർ ഡെഫിസിറ്റ്. ഏറ്റവും കാതലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സോഷ്യൽ കണക്ടിവിറ്റിയുടെ ആബ്സെൻസ് തന്നെയാണ് ഏറ്റവും കാതലായിട്ടുള്ളത്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാ സിംറ്റംസും വരുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാണ്, പക്ഷെ അതിന് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് കുറെ കൂടെ അത് പതിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ ഓട്ടിസം എന്ന് പറയാറുണ്ട്. അതായത് ഓട്ടിസം എന്ന് പറയാം, പിന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതാണ് ഏറ്റവും പുതിയ ടേം, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. എന്തുകൊണ്ടാണ് സ്പെക്ട്രം ഡിസോർഡർ ആയിട്ട് ഇത് മാറിയത്? ഒരു 2013 വരെ ഒരു പോപ്പുലർ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന വേർഡാണ് ഓട്ടിസം എന്നുള്ളത്. ഇന്നും ഓട്ടിസം എന്നുള്ളത് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷെ 2013 ഒരു ചേഞ്ച് വന്നു. അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ഈ ഓട്ടിസം എന്നുള്ള ടേമിനെക്കാട്ടിയും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ളതാണ്. അതായത് 2013 ആയപ്പോഴത്തേക്കും ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ആയി നമ്മൾക്ക് അറിയാൻ സാധിച്ചു, ഓട്ടിസം എന്ന് പറയുന്നത് വളരെ ഹൊമോജനസ് ആയിട്ടുള്ള, വേരിയബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു കണ്ടീഷൻ അല്ല, ഒരുപാട് വേരിയബിലിറ്റി ഉള്ള ഒരു കണ്ടീഷനാണിത്. അതായത് കുഞ്ഞുങ്ങളിലെ സിംറ്റംസിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഓരോ കുഞ്ഞിലും വ്യത്യാസം ഉണ്ടാവും, അവരുടെ എബിലിറ്റീസിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു ഇന്റർവെൻഷൻ കൊടുത്താൽ, ഒരു തെറപ്പി കൊടുത്താൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു ഒന്നോ രണ്ടോ ഒരു ചെറിയ കൂട്ടം സിംറ്റംസ് അല്ല, ചെറിയ കൂട്ടം എബിലിറ്റീസ് അല്ല, ഒരു സ്പെക്ട്രമാണ്. ഇപ്പൊ നമ്മളൊരു റെയിൻബോ എന്ന് പറയുന്ന സമയത്ത് റെയിൻബോ ഇസ് എ സ്പെക്ട്രം ഓഫ് കളേഴ്സ്, ഒരുപാട് കളേഴ്സ് കൂടി ചേർന്ന ഒരു സ്പെക്ട്രം ആണ് റെയിൻബോ. അതുപോലെ തന്നെ ഓട്ടിസവും ഒരു സ്പെക്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്ന രീതിയും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഫാമിലി ഇത് എക്സ്പീരിയൻസ്, കുഞ്ഞുങ്ങളെ ഓരോ കുട്ടികളും വ്യത്യാസം ഉണ്ടാകുന്ന പോലെ തന്നെ ഓരോ ഫാമിലിയും എങ്ങനെ ഓട്ടിസം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഓരോ കുഞ്ഞിന്റെ കഴിവും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറയില്ല, ഒരു കുഞ്ഞിനെ വേറൊരു കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് തന്നെ ഇവിടെയും ബാധകമാണ്. അതായത് ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിനെ നമ്മൾക്ക് അറിയുമെങ്കിൽ നമ്മൾക്ക് ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിനെ അറിയുള്ളൂ, ബാക്കി കുഞ്ഞുങ്ങളെ പറ്റി നമുക്ക് അറിയില്ല. അപ്പൊ ഓരോരുത്തരെയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കണക്കാക്കണം.
എങ്ങനെയാണ് ഒരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് എങ്ങനെയാണ് ഓട്ടിസം നിർണ്ണയിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? ഓട്ടിസത്തിന് ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റോ അല്ല സ്കാൻ, CT സ്കാൻ, MRI ഇതൊന്നും കൊണ്ട് നമുക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞിന്റെ പെരുമാറ്റത്തിൽ കൂടെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. കുട്ടിയെ പൊതുവെ ഈ ഡയഗ്നോസിസ് ഫസ്റ്റ് 2 to 3 years ഓഫ് ലൈഫിലാണ് പൊതുവെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക. ഫസ്റ്റ് 2 to 3 years. ഇപ്പൊ നമ്മൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ 18 months കിട്ടുന്നുണ്ട്, ചിലപ്പോൾ 16 months ചിലപ്പം ഡയഗ്നോസിസ് വരുന്നുണ്ട്. പക്ഷെ പൊതുവെ ഒരു ആവറേജ് പറഞ്ഞ ഒരു 3-3.5 വയസ്സിലാണ് പൊതുവെ ഡയഗ്നോസിസ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോ ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടെസ്റ്റുകളൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നല്ലോണം ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ എല്ലാ ബിഹേവിയേഴ്സും, എങ്ങനെയാണ് കുഞ്ഞ് കളിക്കുന്നത്, എങ്ങനെയാണ് പാരന്റ്സിനോട് പെരുമാറുന്നത്, നമ്മളൊരു പുതിയ സാധനം കാണിച്ചു കൊടുത്താൽ കുഞ്ഞ് എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്, ഒരു ടോയ് കൊടുത്താൽ എങ്ങനെയാണ് അത് വെച്ച് കളിക്കുന്നത്, ഇങ്ങനെ കുറേ നേരം പിടിക്കും ഈ ഒരു അസസ്മെന്റിന്. മാത്രമല്ല കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്, ഏർലി ഡെവലപ്മെന്റ്, 0 age അതായത് ജനിച്ച അപ്പോൾ തുടക്കം മുതലുള്ള ഡെവലപ്മെന്റ്, മാത്രമല്ല ഈവൻ അതിനു മുമ്പ് പ്രഗ്നൻസീസ് എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്ന ക്ലിനീഷ്യൻസ് നല്ലോണം ട്രെയിൻഡ് ആയിരിക്കണം. ട്രെയിൻഡ് അല്ലാത്ത ക്ലിനീഷ്യൻസ് ഉണ്ടാവാം, അവരും ഇതിന് കൂടുതൽ ട്രെയിനിങ് എടുത്ത് ഡയഗ്നോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടണം. എസ്പെഷ്യലി നമ്മുടെ എല്ലായിടത്തും തന്നെ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, ഇന്ത്യയിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ കൂടുതൽ ക്ലിനീഷ്യൻസ് ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിർണ്ണയിക്കാനും അതിൽ കൂടെ ഇന്റർവെൻഷൻ വളരെ നേരത്തെ തന്നെ കൊടുക്കാനും നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് ഓട്ടിസം ഉണ്ടാവുന്നത്? ഇതിന് നമ്മൾക്ക് ഇന്നും കൃത്യമായ ഒരു ഉത്തരമില്ല. നമ്മൾക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു കോസ് ഇല്ല, കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസീസ് എന്ന് പറയില്ല. ഓട്ടിസം ഒരു രോഗമല്ല, ഡിസോർഡർ ആണ്. ഒരു ഓർഡറിൽ ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിനിൽ വരുന്ന ഒരു ഡിസ്ഓർഡർ, ഒരു ക്രമക്കേട് എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓട്ടിസം എന്നുള്ളത് നമുക്കറിയാം, എന്താണ് ഓട്ടിസത്തിന്റെ പ്രസന്റേഷൻ എന്ന് നമുക്കറിയാം, എന്താണ് സിംറ്റംസ് എന്നുള്ളത് അറിയാം. പക്ഷെ എന്തുകൊണ്ട് എന്നുള്ളതിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. ഒരുപാട് ഗവേഷണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ജനറ്റിക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ എൻവയൺമെന്റും രണ്ടും ഇതിൽ പല തോതിൽ ഇതിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ജനറ്റിക്സ് ഇൻവോൾവ് ആണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ആ കുഞ്ഞിന് ഓട്ടിസം എന്നുള്ള ഡയഗ്നോസിസ് കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനും ഓട്ടിസം ഉണ്ടാവാനുള്ള ചാൻസ് അധികമാണ്. ഇവരുടെ 2 കുഞ്ഞുങ്ങൾക്കും ഓട്ടിസം ഉണ്ടെങ്കിൽ ഇവർക്ക് മൂന്നാമതൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിന് ഓട്ടിസം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു വീട്ടില് ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ പാരന്റ്സ് എത്രയായാലും ഒരു ജനറ്റിക് കൗൺസിലിങ്ങിന് പോകണം. ഇതിനൊരു ജനറ്റിക് ഫാക്ടർ ഉണ്ട്. കൃത്യമായിട്ട് ഏത് ജീൻസ് ആണ്, ഏത് തോതിലാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ഗവേഷണത്തിൽ ഇരിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതിനില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്കെല്ലാം തന്നെ ഇത് അറിയുമായിരിക്കും. അതായത് നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് നമ്മുടെ ചുറ്റും ഓട്ടിസം അങ്ങനെ ഇല്ല, ഇത് വേറെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു കണ്ടീഷനാണ്, വേറെ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണെന്നൊക്കെയാണ്. അങ്ങനെയല്ല. എല്ലാ രാജ്യങ്ങളിലും ഡെവലപ്ഡ് ആണെങ്കിലും നമ്മളെപ്പോലെ ഒരു ഡെവലപ്പിംഗ് നേഷൻ ആണെങ്കിലും ഇനിയിപ്പം ഡെവലപ്മെന്റ് വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണെങ്കിലും ഒക്കെ ആ ഏരിയസിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഓട്ടിസം കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഏത് റേഷ്യൽ ഗ്രൂപ്പിലും ഏത് എത്നിക് ഗ്രൂപ്പിലും ഒക്കെ ഓട്ടിസം കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ റിച്ച് പുവർ എന്നുള്ള വ്യത്യാസമില്ല. ഏത് സൊസൈറ്റിയുടെ ഏത് തട്ടിലുള്ള പാരന്റ്സിനും ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാം, ഈ കണ്ടീഷനുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ US എന്നുള്ള ചില നമ്പേഴ്സ് വെച്ച് 1 in 36 ആണ്. നമ്മുടെ രാജ്യത്ത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഈ നമ്പർ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൂടുതലും എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയുക, നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പൊ വീട്ടിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ പൊതുവായിട്ടുള്ളൊരു ധാരണ ഓട്ടിസത്തിനെ പറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പൊതുവെ ഇത് ആൺകുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്.
അപ്പൊ നമ്മൾ ഇനി ഓട്ടിസത്തിന്റെ സയൻസിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത്. പൊതുവെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്, തെറപ്പിസ്റ്റിന്റെ അടുത്ത്, അല്ലെങ്കിൽ പീഡിയാട്രിഷ്യന്റെ അടുത്ത് ഒരു അച്ഛനോ ഒരു അമ്മയോ ഒരു കൺസേൺ ആയിട്ട് വരുന്നത്, പലരും പറയുന്നത് എന്റെ കുഞ്ഞിനിപ്പോ 18 മാസമായി അല്ലെങ്കിൽ 2 വയസ്സായി, ആവശ്യത്തിന് ലാംഗ്വേജ് ഇല്ല, ആവശ്യത്തിന് ആ കുഞ്ഞ് വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, ലാംഗ്വേജ് ഇല്ല. സമപ്രായക്കാരുമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നുന്നു ലാംഗ്വേജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസേണുമായിട്ടാണ് പൊതുവെ ആൾക്കാര് ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ ഇതിന് ഒരുപാട് മുമ്പ് തന്നെ ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിഹേവിയേഴ്സ് കുഞ്ഞുങ്ങൾ കാണിച്ചു തുടങ്ങും. ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യത്തെ 16 മാസം എന്ന് വെച്ചാല് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് മുമ്പേ തന്നെ ഒരുപാട് സോഷ്യൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കും. ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ അതൊരു കൺസേൺ ആണ്. അത് എത്രയും വേഗം തന്നെ നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് പറയും. പ്രീ ലിംഗ്വിസ്റ്റിക്, അതായത് ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പ്, കുഞ്ഞ് ഒരുപാട് വാക്കുകൾ പറയുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പയർഡ്നെസ് ബ്രെയിനിൽ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന 1, 2, 3, 4, 5 പടങ്ങൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നടുക്ക് കാണിക്കുന്ന ആ ചെറിയൊരു കുഞ്ഞ് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ടല്ലോ, അതായത് എന്നെ, അപ്പൊ കണ്ടാൽ നമുക്കറിയാം എന്നെ എടുക്കൂ എന്നുള്ള ആംഗ്യമാണത്, ജസ്റ്ററാണത്. ഈ ജസ്റ്റർ, ആ ജസ്റ്റർ മാത്രമല്ല, കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം ആ കുട്ടി നല്ലോണം ഐ കോൺടാക്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ജോയ്, ആ ഒരു കണ്ടേജിയസ് ജോയ് എന്ന് പറയില്ലേ, കുഞ്ഞുങ്ങളുടെ ചിരി കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലും ആ ഡിവിനിറ്റി വരും. അപ്പൊ ഈ ഒരു ബിഹേവിയർ, ഇങ്ങനെ കൈപൊക്കി കാണിക്കുന്നതും, ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 9 മാസം അല്ല 6 to 9 monthsലാണ് ഈ ബിഹേവിയർ കാണിക്കേണ്ടത് കുഞ്ഞുങ്ങൾ. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ജസ്റ്റർ ആണ്, ഇതിനകത്ത് വാക്കുകളൊന്നുമില്ല, പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾക്കറിയാം എന്താണ് കുഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആ സോഷ്യൽ റിച്ച്നെസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സോഷ്യൽ റിച്ച്നെസ് ഓട്ടിസം ബാധിച്ച കുട്ടി, ഓട്ടിസം ബ്രെയിനെ ബാധിച്ച കുട്ടികൾക്ക് ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ താഴെ കാണിച്ചിരിക്കുന്ന പിങ്ക് ഡ്രസ്സുള്ള കുഞ്ഞ്, ഡ്രസ് ഇട്ടിരിക്കുന്ന കുഞ്ഞ് കൈ ഇങ്ങനെ നീട്ടി, ഷീസ് റീച്ചിങ് ഔട്ട്, എന്തോ വേണം. അപ്പൊ ആ കുഞ്ഞിന്റെ കണ്ണും കൈയും എല്ലാം നല്ല കോർഡിനേറ്റഡ് ആണ്. നമ്മൾ നോക്കുന്നു, കൈ അർച്ചന മാം, സ്ക്രീൻ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്ക്രീൻ അത് കംപ്ലീറ്റ് ഫുൾ സ്ക്രീൻ ഇട്ടിട്ട്, അത് ഫുൾ സ്ക്രീൻ എസ്കേപ്പ് അടിച്ചിട്ട് അതൊന്ന് മാറ്റിയാ മതി. ഓക്കെ, എസ്കേപ്പ് അടിച്ചിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട് അല്ലേ? ഫുൾ സ്ക്രീൻ ഇട്ടോളൂ മാഡം, ഫുൾ സ്ക്രീൻ ഇട്ടു. ഇടണ്ട. ഓക്കെ, ഇത് മതി. കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇതുവരെ നിങ്ങൾ സ്ക്രീൻ കണ്ടില്ല അല്ലെ? കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ കാണാലോ അല്ലെ? ഇത് മതി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ, 5 കുഞ്ഞുങ്ങളുടെ പടം? കാണുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മിഡിലുള്ള കുഞ്ഞ് കൈ പൊക്കി നിൽക്കുന്നത്, അപ്പൊ കുഞ്ഞിന്റെ മുഖത്ത് നമുക്ക് കാണാം, അതുകൊണ്ട് അറിയാൻ പറ്റും എന്താണ് ജസ്റ്റർ എന്നുള്ളത്. അതുപോലെ തന്നെ ആ പിങ്ക് ഉടുപ്പിട്ട കുഞ്ഞിനെ കൈ ഇങ്ങനെ നീട്ടിയിരിക്കുകയാണ്. അപ്പോ ആ കുഞ്ഞ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമ്മൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ വേറൊന്ന്, ഒരു അച്ഛനും ഒരു കുഞ്ഞും ഉള്ള ഒരു പിക്ചർ കാണുന്നില്ലേ? അപ്പൊ ഇവർ രണ്ടുപേരും ഒരേ സംഗതിയിലേക്ക് നോക്കി നിൽക്കുകയാണ്, ഒരേ സംഗതി ഷെയർ ചെയ്ത്, വാക്കുകളൊന്നുമില്ല അവിടെ. ഓക്കെ, കുഞ്ഞിന് എന്തോ ഇഷ്ടമായി, അപ്പൊ ആ കുഞ്ഞ് കൈ നീട്ടി കാണിക്കുകയാണ് എന്താണത്. അച്ഛനും അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു സോഷ്യൽ കണക്ഷൻ ഉണ്ട്, എന്നാൽ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ഇത് കാണുന്നുണ്ടോ? Can you see my face? കാണുന്നുണ്ട്. Okay, thank you. So you can see my face and the screen, right? And the slides. Yes ma'am. Thank you. Okay. പിന്നെ അതുപോലെ ഒരു അമ്മയും ഒരു പെൺകുട്ടിയും ഉണ്ടല്ലോ, അപ്പം ഷീസ് ഗിവിംഗ് ഹർ മദർ ഹൈ ഫൈവ്. പിന്നെ വേറൊരു കുഞ്ഞ് ആ സ്റ്റൂളിൽ ഇരുന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾ കാണിക്കുന്ന ജസ്റ്റേഴ്സ് ആണ്. അപ്പൊ എന്താണ് എന്നുള്ള രീതിയിലായിരിക്കും, എവിടെ കുഞ്ഞെവിടെ, വാവ എവിടെ എന്നൊക്കെ ഇങ്ങനെ കാണിക്കില്ലേ. ഇത് നമ്മൾ പൊതുവെ വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നത് കൊണ്ട്
പൊതുവേ നമ്മൾ ഇതിനെപ്പറ്റി അത്രയും അങ്ങോട്ട് ബോധേഡ് ആവാറില്ല ചൈൽഡ് ഡെവലപ്മെന്റിൽ. പക്ഷേ ഫസ്റ്റ് 16 months ഓഫ് ലൈഫ് വളരെ 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 ക്രൂഷ്യൽ ആണ്. ഈ സമയത്ത് ഇങ്ങനത്തെ ജെസ്റ്റേഴ്സും സോഷ്യൽ കണക്ഷനും ഒക്കെ കുഞ്ഞ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോയിന്റിങ്, റീച്ചിങ്, ഗിവിങ്, ടേക്കിംഗ്, സോഷ്യൽ സ്മൈൽസ്, ജോയ്, പിന്നെ ഷെയറിങ് സംതിങ് ഓഫ് ഇൻട്രസ്റ്റ്. അതാ ഇപ്പൊ അച്ഛൻ പറയാണ്, അല്ല കുട്ടി പെട്ടെന്നൊരു ആനയെ കണ്ടു, അപ്പൊ മുമ്പ് കാണാത്തൊരു സംഗതിയാണ്. അപ്പൊ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് കാണിക്കും, ഞാൻ ഇത് കാണുന്നുണ്ട്, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അതേസമയത്ത് വാക്കുകളൊന്നുമില്ല. അപ്പൊ ഈ 16 months ഓഫ് ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വളരെ വളരെ പ്രധാനമായിട്ടുള്ള ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതാണ് ഫസ്റ്റ് 2 years. അതിലും ഈ 16 months ആണ് വളരെ പ്രധാനം. ഇങ്ങനത്തെ സയൻസ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ എത്രയായാലും നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഡെവലപ്പ് ആയിക്കോളും, അല്ല ഇനി ലാംഗ്വേജ് വന്നതിന് ശേഷം ഇതൊക്കെ നടന്നോളും എന്നുള്ളത് ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. ആരെങ്കിലും നമ്മളോട് അങ്ങനെ പറഞ്ഞാലും അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എത്രയും വേഗം നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക, പ്രിഫറബിളി പീഡിയാട്രീഷ്യൻ എന്നുള്ളതാണ് എനിക്ക് ഇതിൽ കൂടെ പിന്നെയും എടുത്ത് പറയാനുള്ളത്. അധികം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ആദ്യത്തെ 16 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെപ്പറ്റി ഞാൻ കുറച്ചും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്തോട്ടെ. ഈ ഫസ്റ്റ് 16 months എന്നുള്ളത് ഇപ്പോഴത്തെ റിസർച്ചിൽ ഒരുപാട് മുന്നോട്ട് വരുന്ന ഒരു സംഗതിയാണ്. ഓട്ടിസത്തിൽ മാത്രമല്ല, നമ്മളെല്ലാവരും തന്നെ ഒരു ഡിവൈൻ മദർ എന്നുള്ളൊരു കൂട്ടായ്മയിൽ ഉള്ളവരായതുകൊണ്ട് തന്നെ ചൈൽഡ് ഡെവലപ്മെന്റിനെ പറ്റി ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ആദ്യത്തെ 16 മാസം വളരെ വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങളിലും തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് ഇന്ററാക്ഷന്റെ ആവശ്യമുണ്ട്. അതും ഹ്യൂമൻ ടച്ച് വേണം. അത് സ്ക്രീൻ ഇന്ററാക്ഷൻ അല്ല. നമുക്കറിയാം, ഇപ്പൊ നമ്മളും ഒരുപാട് സ്ക്രീൻ ടൈമിലേക്ക് പോകുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും അത് കണ്ടിട്ട് ഒരുപാട് സ്ക്രീൻ ടൈമിലേക്ക് പോകുന്നു. നമ്മളും ഒരുപാട് സ്ക്രീൻ ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഈ 16 മാസം ശരിക്കും അമ്മ, അച്ഛൻ, ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആൾക്കാര് അവരുമായിട്ടുള്ള ഇന്ററാക്ഷനും ടോയ്സും എല്ലാം വെച്ചിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് വേണ്ടത്. ഈ 16 മാസം വളരെ വളരെ ക്രൂഷ്യലാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും. പ്രത്യേകിച്ച് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ഏറ്റവും നേരത്തെ ഇത് കണ്ടുപിടിക്കേണ്ട ഒരു മാർഗം ഇങ്ങനത്തെ സോഷ്യൽ കണക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണാതെ ആവുമ്പോഴാണ്. അപ്പോ സാധാരണ ഡെവലപ്മെന്റിലാണെങ്കിൽ 3 മാസം ആകുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ കണ്ണിലേക്ക് നോക്കും. വളരെ പേർപ്പസ്ഫുൾ ആയിട്ട്, വെറുതെ ഇങ്ങനെ ഒരു ഗ്ലിംസ് അല്ല, വളരെ പേർപ്പസ്ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ കണ്ണിലേക്ക് നോക്കും. 6 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു അമ്മയോ അച്ഛനോ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ വളരെ സന്തോഷമായിട്ട് ഒരു ജോയ്ഫുൾ എക്സ്പ്രഷൻ ഉണ്ടാകും കുഞ്ഞിന്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും ഓട്ടിസം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞിന് ഉണ്ടാവില്ല. 9 മാസത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. വെറും 9 മാസം ആകുമ്പോഴത്തേക്കും. അതായത് കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കും, നമ്മുടെ കയ്യിലേക്ക് ഒരു സാധനം വെച്ചു തരും. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഭക്ഷണമൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തലയെ ഇങ്ങോട്ടാക്കും. പിന്നെ നമ്മൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വളരെ ഷാർപ്പായിട്ട് തന്നെ നോക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 9-10 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങള് 4 തരം ഇമോഷൻസ് കാണിക്കും. ഹാപ്പി, സാഡ്, ആംഗ്രി, സർപ്രൈസ്. ഇതെല്ലാം കുഞ്ഞിന്റെ മുഖത്ത് ആ ഭാവങ്ങൾ വരും. പിന്നെ നമ്മളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോ ആദ്യത്തെ 9 മാസത്തിൽ തന്നെ ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അഗൈൻ റിമെമ്പർ, ഇവിടെ ഒന്നും ലാംഗ്വേജ് ഇതുവരെ ആയിട്ടില്ല. പക്ഷെ ലാംഗ്വേജ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഡെഫിനറ്റ്ലി ബി കൺസേൺ ആൻഡ് സ്റ്റാർട്ട് സീയിങ് എ പീഡിയാട്രീഷ്യൻ. പിന്നെ ഒരു 11-12 ഒക്കെ ആകുമ്പോഴത്തേക്കും ദേ വിൽ സ്റ്റാർട്ട് ഷെയറിങ് എൻജോയ്മെന്റ്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, ഒരു അച്ഛനും ഒരു കുഞ്ഞും ഉള്ളത് ഷെയറിങ് ഓഫ് എൻജോയ്മെന്റ് ആണ്, കാണിച്ചു കൊടുക്കുകയാണ്. ഞാനിത് കാണുന്നുണ്ട്, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എന്ന രീതിയിൽ കുഞ്ഞ് പോയിന്റ് ചെയ്യാണ്. പിന്നെ ഒരു 12 മാസമൊക്കെ ആകുമ്പോഴാണ് ശരിക്കും 12, 13, 14 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഫസ്റ്റ് വേർഡ്സ് വരാൻ തുടങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾക്കറിയാം, ഇപ്പൊ നമ്മൾ കണ്ടു എന്തൊക്കെയാണ് ഇത്രയൊക്കെ ഡെവലപ്മെന്റ് ബ്രെയിനിന് വരുന്നുണ്ടെന്നുള്ളത്. സോ അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ, എസ്പെഷ്യലി ന്യൂ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഇതിനെപ്പറ്റി ഒരു അറിവ് വേണം. കാരണം ഇതെല്ലാം എൻ്റെ കുഞ്ഞ് കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പലപ്പോഴും നമ്മുടെ വളരെ ബിസി ആയിട്ടുള്ള ലൈഫിൽ നമ്മൾ ഇതെല്ലാം പലപ്പോഴും നോക്കാൻ മറന്നു പോവാറുണ്ട്. മാത്രമല്ല, നമ്മൾ അത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത്രയും ഒരു ഫോക്കസ് കൊടുക്കാറില്ല. പക്ഷെ കൊടുക്കണമെന്ന് തന്നെയാണ്. ഇനിയത്തെ ഒരു തലമുറ അത് കുറച്ചും കൂടെ പഠിക്കണം. കാരണം നമ്മൾക്ക് മുതിർന്നവർ പലരും വീട്ടിലില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനൊന്നും.
അപ്പോൾ പാരന്റ്സിന് ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള കുറച്ചൊരു ഇൻഫർമേഷൻ വേണം. കാരണം എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ഇന്റർവീനിങ്. അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കളിക്കുന്നതിലും ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഓട്ടിസം ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികളിൽ അവരുടെ കളി കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് പലപ്പോഴും നമ്മൾ കാണാം, ഒരു കുഞ്ഞിന് കുറെ കാറുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ലൈൻ ചെയ്ത് വെക്കും. വളരെ കൃത്യമായിട്ടുള്ള ലൈനിൽ ഇങ്ങനെ ആക്കി, അതുകൊണ്ട് കളിക്കില്ല. അതിങ്ങനെ ലൈൻ ചെയ്ത് വെച്ചിട്ട് ആ ലൈൻ നോക്കും. ഈ ലൈനിന് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവർ ഭയങ്കര അപ്സെറ്റ് ആവും. അതിനകത്ത് ഒരു കാറ് പോലും എടുക്കാൻ പറ്റില്ല. കാരണം അവർ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അത് ലൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പം ഒരു കൗതുകം തോന്നും നമ്മൾക്ക്. കാരണം മറ്റേ കുട്ടികൾ ഇങ്ങനെയല്ല കളിക്കുക. ഇതൊരു കൗതുകമായിട്ട് തോന്നും. പലപ്പോഴും നമ്മൾ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും കുഞ്ഞ് കളിക്കേണ്ട രീതി അങ്ങനെയല്ല. ഇന്ററാക്റ്റീവ് ആയിട്ടാണ് കളിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ലൈൻ ചെയ്ത് വെച്ചത് കൊണ്ട് അത് ഒരു കളി എന്ന രീതിയിലേക്ക് അത് പോകുന്നില്ല. അതുപോലെ തന്നെ ഒരേപോലെ കളിച്ചുകൊണ്ടിരിക്കും. ഒരു ടോയ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പല രീതിയിൽ ഒരു ടോയ് കൊണ്ട് കളിക്കുമല്ലോ, അതില്ലാതെ ഒരേ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കാർ ഇങ്ങനെ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അത് മാറുമോ, അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഏതെങ്കിലും ഒരു റുട്ടീൻ, അതായത് സാധാരണ ഒരു പ്രത്യേക തരം കപ്പിലാണ് വെള്ളം കൊടുക്കുന്നെങ്കിൽ ആ കപ്പിൽ മാത്രമേ കുഞ്ഞ് വെള്ളം കുടിക്കുള്ളൂ. വേറൊരു കപ്പിലും വെള്ളം കുടിക്കില്ല. പാല് വേറെ കപ്പിൽ കുടിക്കുമായിരിക്കും, പക്ഷെ വെള്ളം ആ കപ്പിൽ മാത്രമേ കുടിക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് റുട്ടീൻസ് നമ്മൾ അറിയാണ്ട് തന്നെ ഇതെല്ലാം വന്നു ചേരും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എവിടെ നിന്നാണ് ഇത്രയും ഒരു റിസ്ട്രിക്ഷൻ ഒക്കെ വരുന്നത് എന്നുള്ളത്. പക്ഷെ ഇത് ആ കണക്ടിവിറ്റിയിൽ വരുന്ന പ്രശ്നം കൊണ്ട് വരുന്നതാണ് ബ്രെയിനിൽ. അതുപോലെ തന്നെ ചില സമയത്ത് സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും. അതായത് രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കാൻ കുഞ്ഞിന് ഇഷ്ടമായിരിക്കില്ല. ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ചിലപ്പോൾ ഒരൊറ്റ കളറിലുള്ള ഫുഡ്, പച്ച കളറിലുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ള കളറിൽ, അതായത് ചോറ്, തൈര്, അങ്ങനത്തെ പാല്, അങ്ങനത്തെ മാത്രമേ കഴിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും. അപ്പൊ പലപ്പോഴും നമുക്കൊരു കൗതുകമായിട്ട് തോന്നും തുടക്കത്തിലൊക്കെ. പക്ഷെ അത് അവരെ കൂടുതൽ അവരുടെ ലോകത്തിലേക്ക് തന്നിലേക്ക് തന്നെ കുറെ ഉൾവലിയാനുള്ള സാധ്യതകൾ കൂടി വരും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരുമാതിരി നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയല്ലോ അല്ലെ, എന്താണ് വളരെ തുടക്കം മുതലുള്ള സൈൻ എന്നുള്ളത്. നമ്മളിനി പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇങ്ങനെയൊരു കൺസേൺ ഉണ്ടെങ്കിൽ എന്താണ് പാരന്റ്സിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. തുടക്കത്തിൽ തന്നെ ഞാനിപ്പോ പറയുന്നത് ഫസ്റ്റ് 16 months ഓഫ് ലൈഫാണ് കൂടുതലും എടുക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് 2 years ഓഫ് ലൈഫ് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. മെയിൻ തിങ്, ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കാണുക, പീഡിയാട്രീഷ്യനെ കാണുക എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറയുന്ന അനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ ആ സമയത്തും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. സോ വെറുതെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഡയഗ്നോസിസ് കിട്ടാനും ഒരു തെറപ്പിസ്റ്റിനെ കിട്ടാനും ഒക്കെ പാരന്റ്സിന് ഒരുപാട് ചെയ്യാൻ പറ്റും. കാരണം ഒരു കുഞ്ഞ് പഠിക്കേണ്ടത് ആ കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നാണ്, അല്ലാതെ തെറപ്പിസ്റ്റിന്റെ അടുത്ത് നല്ല സാധാരണ പഠിക്കാറ് നമ്മൾ കാര്യങ്ങൾ അല്ലെ. വീട്ടിലെ ആൾക്കാര് ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആ കുഞ്ഞിനെ നോക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ ആ കുഞ്ഞ് പാടിയല്ലോ, നമ്മുടെ സമ്പത്തും സമയവും നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റണേ എന്നുള്ളത്. വി ക്യാൻ ഡു ഇറ്റ് അറ്റ് ഹോം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിപ്പോ പ്രശ്നമുള്ളതാണ്, ഇങ്ങനെ ഒരു ഓട്ടിസം എന്നുള്ളൊരു കൺസേൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇപ്പൊ പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ ഇതിനകത്ത് കാണാം ഒരു കുഞ്ഞ് കളിക്കുകയാണ്. അപ്പൊ അച്ഛൻ കൂടെ ഇരുന്ന് അതിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാണ് ആ കളിയെ. ഓക്കെ, അപ്പൊ ആ കുഞ്ഞ് നോക്കുകയാണ് എന്താണ് ആ കളർ, എന്താണ് അച്ഛന്റെ മുഖത്തെ ഭാവം എന്താണെന്നൊക്കെ. അപ്പൊ ഇതാണ് പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് പാരന്റ്സ് ചെയ്യേണ്ടത്. പാരന്റ്സ് തെറപ്പിസ്റ്റ് അല്ല. പാരന്റ്സ് ഹാവ് ടു എൻജോയ് ദ ചൈൽഡ്, ദേ ഹാവ് ടു എൻജോയ് ദ ചൈൽഡ്സ് ചൈൽഡ്ഹുഡ്. അത് എന്തൊക്കെ കൺസേൺ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും, ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു ഇന്ററാക്റ്റീവ് ലെവലിലേക്കാണ് സംഗതികൾ പോകേണ്ടത്. ഓട്ടിസം എന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുഞ്ഞിന്റെ ചുറ്റുമുള്ള ആൾക്കാരും ടോയ്സും ഒക്കെയുള്ള കണക്ടിവിറ്റിയിലാണ് പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രിഡ്ജ് പോലെ കണക്കാക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ ചുറ്റുവട്ടവും തമ്മിലുള്ള ആ കണക്ടിവിറ്റി,
അത് കുറയും. ഈ പാലത്തിൽ കൂടെയുള്ള നല്ലോണം വരേണ്ട ട്രാഫിക്, അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളമായിട്ട് പോകേണ്ട ട്രാഫിക് വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കണക്ഷനെ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. കുഞ്ഞിനെ ത്രൂ ഔട്ട് എൻഗേജ് ചെയ്യുക. എൻഗേജ്. ഇതിന് വേറെ ഒരു മരുന്നില്ല. വി ഹാവ് ടു എൻഗേജ് ദ ചൈൽഡ്. ഇതിപ്പോ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ലാംഗ്വേജ് ഡിലേ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാം തന്നെ എൻഗേജ് കോൺസ്റ്റന്റ്ലി കണക്ട്. അതിന് അമ്മയും അച്ഛനും തന്നെ ഇറങ്ങണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. തെറപ്പിയിലാണെങ്കിലും തെറപ്പിസ്റ്റ് ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. കുഞ്ഞിനെ എങ്ങനെ എൻഗേജ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. നമ്മൾക്കത് കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. പാരന്റ്സ് അത്ര ഇന്റൻസീവ് ആയിട്ട് ചെയ്യേണ്ടത്. ദേ ക്യാൻ സ്റ്റിൽ എൻജോയ് ദ ചൈൽഡ്. പക്ഷെ കുഞ്ഞിനെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. 1-2 ഉദാഹരണം ഞാൻ പറയാം. അതായത് സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ കുഞ്ഞിനെ നമ്മൾ പല്ല് തേപ്പിക്കുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പല്ല് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ആക്ടിവിറ്റി, ഈ ഒരു റുട്ടീൻ സാധാരണ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തില് കുഞ്ഞിനെ നമ്മൾക്ക് എങ്ങനെ, എസ്പെഷ്യലി ഇങ്ങനെ ഈ ഗ്യാപ്പ് ഒക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞിനെ നമ്മൾക്ക് എങ്ങനെ എൻഗേജ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ നമ്മള് കുഞ്ഞിനെ കൊണ്ടുപോകുന്നു, വാഷ് ബേസിന്റെ അടുത്ത് കൊണ്ടുപോയി ടാപ്പ് തുറക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരാം. കുഞ്ഞിന്റെ കൈ വെള്ളത്തിലേക്ക് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തന്നെ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് ഇടുന്നതിന് പകരം കുഞ്ഞിനെ സഹായിക്കാം ബ്രഷ് പിടിക്കാൻ, എന്നിട്ട് നമ്മൾ പേസ്റ്റ് ഇടുക. അപ്പൊ കുഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുകയാണ് ഓരോ ആക്ടിവിറ്റിയിലും. നമ്മൾ 100% ചെയ്യാണ്ട് കുഞ്ഞിന് ഒരു റോള് കൊടുക്കുകയാണ്, കുഞ്ഞിനെ ഒരു പാർട്ട്ണർ ആക്കുകയാണ് അതിലേക്ക്. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്തും ശബ്ദങ്ങൾ ഉണ്ടാക്കുക. എന്നൊക്കെ ശബ്ദം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുഖം തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സൈഡ് തുടച്ചു കൊടുക്കുക, മറ്റേ സൈഡിൽ മറ്റേ ടവലിന്റെ മറ്റേ സൈഡ് കുഞ്ഞിന്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അപ്പൊ കുഞ്ഞിനെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ള രീതിയിലല്ല നമ്മളത് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് വന്നോളും, പക്ഷെ കുഞ്ഞിനെ എൻഗേജ് ചെയ്യിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ആ പാലം ഉണ്ടല്ലോ, ആ പാലത്തിൽ ട്രാഫിക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു റോക്കറ്റ് സയൻസ് പോലെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞിന് ഒരു പാത്രത്തിൽ പഴം അല്ലെങ്കിൽ ആപ്പിൾ ഒക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന് സാധാരണ ഫീഡ് ചെയ്യാണ് ചെയ്യുക കുഞ്ഞിന്. അതിനു പകരം നമ്മൾക്ക് കുഞ്ഞിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ കൈ കാണിച്ചു കൊടുക്കാം. അപ്പൊ കുഞ്ഞൊരു പീസ് ആപ്പിളോ അല്ലെങ്കിൽ പഴമോ നമ്മളുടെ കയ്യിൽ വെച്ച് തരും. ഇതിലൊക്കെ നമുക്ക് ആ ഇന്ററാക്ഷൻ, ആ ബ്രിഡ്ജില് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഓട്ടിസത്തിൽ വളരെ 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 പ്രധാനമാണ്. ഈവൻ കുഞ്ഞിന് തെറപ്പി കിട്ടുന്ന സമയത്ത് പോലും നമ്മൾ ഇതൊക്കെയാണ് വീടുകളിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ശരിക്കും ഒരു ഇന്റർവെൻഷൻ എന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ കണക്ടിവിറ്റി ആണ് പ്രശ്നം. കണക്ടിവിറ്റി കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ട്രീറ്റ്മെന്റ് തെറപ്പി ആയിട്ട് വരുന്നത്. എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാണ്. കണക്ടിവിറ്റിയിൽ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ കണക്ടിവിറ്റി കൂട്ടും എന്നുള്ളതിലാണ് തെറപ്പി ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ കുഞ്ഞിനെ ഒരുപാട് ലെറ്റേഴ്സും നമ്പേഴ്സും കളേഴ്സും ഷേപ്സും അതൊക്കെ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ കണക്ടിവിറ്റി വരില്ല. അതെങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതിൽ ചിലപ്പോൾ നമുക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. കുഞ്ഞിനെ എൻഗേജ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ, ക്യൂർ എന്ന് ഞാൻ പറയില്ല, പക്ഷെ സിംറ്റംസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇത് ചില കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സ്വന്തമായിട്ടിരുന്ന് കുഞ്ഞ് കളിക്കും. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ കാറൊക്കെ ലൈനപ്പ് ചെയ്ത് കളിക്കും ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ. പക്ഷെ അതൊരു കൗതുകമെന്ന് തോന്നെങ്കിൽ കൂടെയും അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന രീതിയിൽ നിന്ന് മാറി നമ്മൾ ഈ കുഞ്ഞിന്റെ കൂടെ, നമ്മൾ ആ പിക്ചറിൽ കണ്ടില്ല, അച്ഛൻ ആ കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് വളരെ ആ കളിയെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കുഞ്ഞ് വെറുതെ ഇരുന്നിട്ട് ആ റിങ്സ് പെക്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് കളിയാണ്, പക്ഷെ അവിടെ ഒരു ഇന്ററാക്ഷൻ ഇല്ല. അപ്പൊ അമ്മയോ അച്ഛനോ കൂടെ ചേർന്നിട്ട് കുഞ്ഞിന്റെ കൂടെ, ഇതൊരു മണിക്കൂറുകളോളം ചെയ്യണം എന്നല്ല പറയുന്നത്, ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്. പക്ഷെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു രീതി മാറ്റിയിട്ട് കുഞ്ഞിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പാരന്റ്സ് പറയും, മാഡം ഞാൻ 24 hours കുഞ്ഞിന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഈ 24 hours ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം കുഞ്ഞിന് ഒരുപാട് ടോയ്സ് കൊടുത്ത് നമ്മൾ കുഞ്ഞിന്റെ സൈഡിൽ ഇരിക്കുകയല്ല വേണ്ടത്, അതിന്റെ കൂടെ നമ്മൾ ഇരിക്കുക. അതായത് കുഞ്ഞിന് ടോയ്സ് കൊടുത്തിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയല്ല വേണ്ടത്, സ്ക്രീൻ മാറ്റി വെച്ചിട്ട് നമ്മൾ കുഞ്ഞിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ സ്ക്രീൻ ടൈം എത്ര കുറയ്ക്കുന്നതോ അത്രയും നല്ലത്.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാരന്റ്സ് തെറപ്പിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. വി ക്യാൻ മേക്ക് ഇറ്റ് ഫൺ. എൻഗേജ്മെന്റ് ആണ് ഇതിന്റെ കീ ആയിട്ട് വരുന്ന സാധനം. തെറപ്പിയിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഇപ്പൊ ഡയഗ്നോസിസ് കിട്ടുകയാണെങ്കിൽ തെറപ്പി ക്യാൻ സ്റ്റാർട്ട്. മെയിൻ ആയിട്ടും ഓട്ടിസത്തിൽ വരുന്ന തെറപ്പി ബിഹേവിയർ തെറപ്പി, സ്പീച്ച് തെറപ്പി, ഇത് രണ്ടുമാണ് തെറപ്പി ആയിട്ട് വരുന്നത്. പിന്നെ മെയിൻ ഫോക്കസ് ഇവിടെ എപ്പോഴും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കുഞ്ഞിനെ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പാരന്റിങ് എ ചൈൽഡ് വിത്ത് ഓട്ടിസം, ഇതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ പറയാണ്ട് നമുക്കിത് നിർത്താൻ സാധിക്കില്ല. നമ്മൾക്കറിയാം, നമ്മൾ ആരും തന്നെ ഒരു പാരന്റിങ് എന്ന് പറഞ്ഞിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വന്ന ആൾക്കാരല്ല. നമ്മൾ പഠിക്കുകയാണ് കുഞ്ഞിന്റെ കൂടെ തന്നെ. ഏത് കുഞ്ഞാണെങ്കിലും കുഞ്ഞിന്റെ കൂടെ തന്നെ നമ്മൾ എങ്ങനെയാണ് പാരന്റിങ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കുകയാണ്. അതൊരു ലൈഫ് ലോങ് ജേർണിയാണ്. അപ്പോ ഓട്ടിസം ഉള്ള ഒരു ഫാമിലിയിൽ ഇത് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിരിക്കും. കുഞ്ഞിനും അതെ, അതുപോലെ തന്നെ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനും, കുഞ്ഞിന്റെ സിബ്ലിങ്സിനും, സഹോദരങ്ങൾക്കൊക്കെ തന്നെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണിത്. പലപ്പോഴും ഒരു മാരിറ്റൽ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം കുഞ്ഞിന്റെ നീഡ് അത്രയും അധികമാണ്. പാരന്റ്സിന് ഈ ഒരു ഡയഗ്നോസിസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളതിന്റെ ഒക്കെയുള്ള ഒരു പേടിയും ഒക്കെ വളരെ അധികമായിരിക്കും ഇത്. അപ്പോ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇതില് വേണ്ടത് ഡയഗ്നോസിസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയഗ്നോസിസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഫോക്കസ് കുഞ്ഞ് നോർമൽ ആവുമോ, സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊക്കെ സ്കില്ലാണ് എൻ്റെ കുഞ്ഞ് കാണിക്കുന്നത്, ഏതൊക്കെ സ്കില്ലാണ് കുഞ്ഞിനില്ലാത്തത്, എന്തൊക്കെ സ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങും എന്ന് നമുക്ക് തോന്നും. ഒരു സ്കിൽ നമുക്ക് പഠിപ്പിക്കാം ഒരു കുഞ്ഞിനെ, പക്ഷെ ഓട്ടിസം മാറ്റാൻ അല്ലെങ്കിൽ നോർമൽ ആക്കാൻ കുഞ്ഞിനെ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലല്ലോ. ആരുടെ തന്നെ കയ്യിൽ അത് ഒതുങ്ങില്ല. പക്ഷെ ഇല്ലാത്ത സ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഉള്ള സ്കിൽസ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത്. അപ്പൊ ചെറിയ ഓരോരോ സ്റ്റെപ്പായിട്ട് എടുക്കുക എന്നുള്ളതാണ് മെയിൻ തിങ്. അതുപോലെ തന്നെ ഇങ്ങനെ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം ചുറ്റും. അതായത് പാരന്റ്സ്, ഫ്രണ്ട്സ്, അത് റെസിപ്രോക്കൽ ആയിരിക്കണം. അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് ഒരു ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ അവരെ എൻ്റെ സോഷ്യൽ സർക്കിളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാതെ അവരെയും അവരുടെ കുഞ്ഞിനെയും എൻ്റെ സോഷ്യൽ സർക്കിളിലേക്ക് എത്രയും അടുപ്പിച്ച് നിർത്താമോ അത്രയും നമ്മൾ അവർക്ക് സമയം നമ്മുടെ സമയവും നമ്മുടെ സൗഹൃദവും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരന്റ്സിന്റെ ഐസൊലേഷൻ, പലപ്പോഴും ഈ ഡയഗ്നോസിസിന് ശേഷം ഈ പാരന്റ്സ് ഒരുപാട് ഐസൊലേറ്റഡ് ആവും. അവിടെയും പിന്നെയും പ്രശ്നം വരും. കാരണം കുട്ടി ഓൾറെഡി സോഷ്യലി കണക്റ്റഡ് അല്ല, ഇതിന്റെ കൂടെ പാരന്റ്സും കൂടെ സോഷ്യലി ഐസൊലേറ്റഡ് ആകുമ്പം ഇതിന്റെ പ്രശ്നങ്ങൾ കൂടി വരും. അപ്പൊ സപ്പോർട്ട് സിസ്റ്റം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇത് ഓട്ടിസം എന്നുള്ള ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈഫ് ലോങ് കണ്ടീഷൻ ആണ്. അപ്പൊ ഒരു 100 മീറ്റർ ഡാഷ്, ഒരു 100 മീറ്റർ സ്പ്രിന്റ് അല്ല പാരന്റ്സിന്, ഇത് ഒരു മാരത്തൺ, ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് എന്ന രീതിയിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എനർജി, എൻഡ്യൂറൻസ്, സപ്പോർട്ട് സിസ്റ്റം ഒക്കെ അവരുണ്ടാക്കിയെടുക്കണം. സമൂഹം അവർക്ക് അതിനുള്ള ഹെൽപ്പ് കൊടുക്കണം. മിനിമം ആയിട്ട് ഒരമ്മയ്ക്ക് കൺസേൺ തോന്നുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് എവിടെയോ ഇഷ്യൂ ഉണ്ട്, ലാംഗ്വേജിന് അപ്പുറം എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടെന്ന് ഒരമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ ആ അമ്മയെ ഒരിക്കലും നമ്മൾ ഒരു ഡോക്ടറെ കാണുന്നതിൽ നിന്ന് ഒരിക്കലും പിന്തിരിപ്പിക്കരുത്. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും കുറെ താമസിച്ചിട്ടാണ് സംസാരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞിട്ടോ, അല്ല ആൺകുട്ടികൾ പൊതുവെ താമസിച്ചേ ഈ സ്കിൽസ് ഒക്കെ കാണിക്കാറുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും പിന്തിരിപ്പിക്കരുത്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100% ബഹുമാനിച്ച് അവരെ ഗൈഡ് ചെയ്യാം. നമുക്ക് ഇന്ന് ഡോക്ടറെ പോയി കാണൂ എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാരന്റിങ് എ ചൈൽഡ് വിത്ത് ഓട്ടിസം, പാരന്റിങ് എ ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, they require a lot of support. അപ്പോ ഈ രീതിയിലൊക്കെയാണ് നമ്മൾക്ക് ഓട്ടിസം എന്നുള്ള ഒരു കണ്ടീഷനെ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്റർവെൻഷൻ കൊടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇത് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ you can ask. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ I can share with you. എല്ലാവർക്കും നമസ്കാരം. Thank you Archana ma'am for your valuable information. Early signs of autism and interventions എന്നുള്ള
ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഭംഗിയായി മാം നമുക്ക് മാമിന്റെ അറിവുകൾ പങ്കുവെച്ചു. പാരൻസിന് എന്തോരം സപ്പോർട്ട് സിസ്റ്റം വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മാം പറഞ്ഞു തന്നു. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഓരോരുത്തരായി ചോദിക്കാവുന്നതാണ്. അർച്ചന മാം, താങ്ക് യു സോ മച്ച്. എല്ലാ ഏരിയസും കവർ ചെയ്തു. യൂഷ്വലി നമുക്ക് ഓട്ടിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഏരിയ ഇത്രത്തോളം വിശാലമാണെന്ന് അത് കേട്ടിരുന്ന ഓരോരുത്തർക്കും മനസ്സിലായി. അതുപോലെ ഏർലി നമുക്ക് എത്ര നേരത്തെ ഇത് ഡയഗ്നോസ് ചെയ്യാമോ അത്രയും നമുക്ക് പേരൻസിന് ഒരുപാട് അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് മനസ്സിലായി. പിന്നെ വെർച്വൽ ഓട്ടിസം മാഡം അന്നിങ്ങനെ പറഞ്ഞിരുന്നു. ഇന്നത്തെ ഒരു വലിയൊരു വിഷയമാണത്. അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന് ചെറുപ്പത്തിലൊന്നും ആ കുട്ടിയെ അവർക്ക് മനസ്സിലായിട്ടില്ല, പേരൻസിന് മനസ്സിലായിട്ടില്ല. അപ്പോ ഏകദേശം ഒരു 6-7 ക്ലാസ്സിലൊക്കെ ആയപ്പോ കുട്ടി മറ്റു കുട്ടികളുമായിട്ട് എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അങ്ങനെയൊക്കെ വന്ന സമയത്താണ് ഇവരിത് നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് കാണിച്ചു. അപ്പോഴും വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് അറിയുന്ന ക്ലിനീഷ്യൻസ് കുറവാണെന്ന് നേരത്തെ മാഡം പറഞ്ഞു. അവര് നിംഹാൻസിലാണ് പോയത്. അവിടെ ചെന്നിട്ടാണ് ഇവർക്കൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ഈ കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് അറിഞ്ഞത്. കാരണം അത്രയും നാളും ഒരു റെഗുലർ നോർമൽ സ്കൂളിൽ പോയി നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഇങ്ങനത്തെ ബിഹേവിയർ പ്രോബ്ലംസ് കാണിച്ചു. അതിന്റെ ഫലമായിട്ട് അവരിങ്ങനെ, അത് പേരൻസ് എത്ര എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു രീതിയിൽ അവർ ചിന്തിക്കുകയും തുടർന്ന് അവര് ചികിത്സ തേടുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതിനെ പറ്റിയും കൂടി മാഡം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയില്ലല്ലോ, നോർമലായിട്ട് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ ചില സമയങ്ങളിൽ ഇങ്ങനെ പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പൊ നമ്മൾ എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. താങ്ക് യു ധന്യ. ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കേസിൽ ആ പെൺകുഞ്ഞായിരുന്നോ? അല്ല, ആൺകുട്ടിയായിരുന്നു. ആൺകുട്ടിയാണ്. ഓക്കെ. ചില സമയത്ത് ഓട്ടിസത്തിൽ തന്നെ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉണ്ടാവും. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ലാംഗ്വേജ് ഉണ്ടാവും, അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയ ക്ലാസ്സുകളിൽ, അതായത് എലമെന്ററി സ്കൂളിൽ പലപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറെ എക്സ്പീരിയൻഷ്യൽ ആണ്. അതായത് നമ്മൾ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു ഗ്രൂപ്പിലിരുന്ന് പാട്ട് പാടുന്നു, ടീച്ചർ ബുക്ക് വായിക്കുന്നു, പിക്ചേഴ്സിൽ കൂടെ കാര്യങ്ങൾ കാണിച്ചു തരുന്നു. പിന്നെ നമ്മൾ കൈകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മുറിക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ സമയത്ത് പലപ്പോഴും ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉള്ള കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യും. പക്ഷെ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 5-6 എന്നൊക്കെ പറയുന്ന സമയത്ത് എഡ്യൂക്കേഷൻ വളരെ അധികം ആബ്സ്ട്രാക്ട് ലെവലിലേക്ക് പോകുന്നുണ്ട്. കോൺക്രീറ്റ് ഐഡിയ അല്ല, ആബ്സ്ട്രാക്റ്റിലേക്ക്. അതായത് ഒരു ഗ്രാഫ് നോക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫ് നോക്കിയിട്ട് എന്താണ് ഈ ഗ്രാഫിൽ കൂടെ നമ്മൾക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫ് കാണിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂ എന്നൊക്കെ ആയിരിക്കും ടീച്ചർ പറയുന്നത്. അപ്പൊ കമ്പയർ ചെയ്യേണ്ടി വരും. ഈ ഗ്രാഫിൽ കാണുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ പറ്റി വരുന്ന സമയത്ത് ഇറ്റ്സ് ആബ്സ്ട്രാക്ട് ലേണിംഗ്. ആ സമയത്ത് കുഞ്ഞുങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യും. കാരണം പല ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളുടെയും തിങ്കിങ് വിൽ ബി വെരി കോൺക്രീറ്റ്. മാത്രമല്ല ഗ്രൂപ്പ് വർക്കിന് ആവശ്യം വരും, വേറെ കുഞ്ഞുങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാനിത് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ധന്യയുടെ അടുത്ത് വന്നിട്ട് പെന്നോ പെൻസിലോ ചോദിക്കണമെങ്കിൽ എത്ര കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം. അപ്പോ അങ്ങനെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് അവരുടെ ഫ്രണ്ട്സും അവരെ ചിലപ്പോൾ മാറ്റി നിർത്തും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് കളിക്കുകയാണെങ്കിൽ ഇവര് ഇന്റർഫിയർ ചെയ്യും, ചോദിക്കാണ്ട് കയറി അങ്ങോട്ട് അവരും കളിച്ചു തുടങ്ങും. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടാവില്ല അത്. അപ്പൊ ആ സമയത്താണ് പലപ്പോഴും ചിലപ്പോൾ അഗ്രഷൻ, കാരണം ഇവർക്ക് അറിഞ്ഞൂടെ എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ള അഗ്രഷനും കാര്യങ്ങളൊക്കെ. അഗൈൻ ദ തിങ് ഈസ്, ഇത് എവിടെയെങ്കിലും ഒരു പെരുമാറ്റ വൈകല്യം കാണുകയാണെങ്കിൽ, ബിഹേവിയറൽ ഇഷ്യൂസ് കാണുകയാണെങ്കിൽ ഉടനെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ബിഹേവിയർ തെറപ്പിയിൽ കൂടെ നമുക്കിത് അഡ്രസ് ചെയ്യാവുന്നതാണ്. ഡയഗ്നോസിസ് ഇസ് വൺ തിങ്, ഇന്റർവെൻഷൻ ഇസ് അനദർ തിങ്, റൈറ്റ്? കാരണം നമുക്ക് എവിടെയാണ് ഗ്യാപ്പ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എൻ എബിലിറ്റി ടു ഇന്റർവീൻ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാം. പക്ഷെ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം പലപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എവിടേക്കായിരുന്നു ഇഷ്യൂസ്.
പിന്നെ പെൺകുട്ടികളിൽ പലപ്പോഴും കുറച്ചും കൂടെ ലേറ്റ് ആവും ഇത് കണ്ടുപിടിക്കാൻ, ഹൈ ഫങ്ഷനിങ് ആണെങ്കിൽ. കാരണം അവർ കുറെ കൂടെ സോഷ്യലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോ ഡെഫിനറ്റ്ലി അതൊരു കൺസേൺ ആണ്. ഇപ്പൊ എന്റെ ഇന്നത്തെ ഫോക്കസ് യങ് ഏജിൽ, വളരെ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ്, അപ് ടു 16 monthസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എങ്ങനെ ഇതിന്റെ ലക്ഷണങ്ങൾ കാണാം എന്നുള്ളതാണ്. ഇത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. ആസ് ദ ചൈൽഡ് ഗെറ്റ്സ് ഓൾഡർ എന്തൊക്കെയാണ് കൺസേൺസ് വരുന്നത്. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളില് ഓട്ടിസത്തിന്റെ ഒപ്പം തന്നെ ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ലേണിംഗ് ഡിസോർഡർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, കോംപ്ലിക്കേഷൻസ് വരും. ചിലപ്പോൾ ഇവർ ടീനേജിൽ എത്തുമ്പോഴത്തേക്കും ഡിപ്രഷൻ, ആൻസൈറ്റി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരും. As the child grows older, ഇത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. Earlier we start, the better. ഇപ്പൊ അഥവാ നമ്മൾ മിസ് ചെയ്യുകയാണെങ്കിലും അലോങ് ദ വേ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ there are therapies available. പിന്നെ മരുന്നുണ്ടോന്ന് ചോദിച്ചാൽ of course we know specific autismത്തിന് there is no medication. പക്ഷെ ഇതിന്റെ സിംറ്റംസ് പറഞ്ഞ പോലെ ഹൈപ്പർ ആക്ടിവിറ്റി, ആൻസൈറ്റി, അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വി ക്യാൻ ഹാവ് മെഡിക്കേഷൻ ആസ് വെൽ. അപ്പൊ ചില കേസസിൽ മെഡിക്കേഷൻ കൂടെ വേണ്ടി വരും തെറപ്പിയുടെ ഒപ്പം തന്നെ. ലൈഫ് ലോങ് മെഡിക്കേഷൻ വേണ്ടി വരും എന്നാണ് മാഡം പറയുന്നത്. ചില കേസസിൽ എല്ലാ കേസസിലല്ല. മെഡിക്കേഷൻ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ബിഹേവിയർ തെറപ്പി കൊണ്ട് മാത്രം ചില സമയത്ത് നമ്മൾക്ക്, അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പി കൊണ്ട് മാത്രം നമുക്ക് ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള സമയത്ത് ഡെഫിനറ്റ്ലി ഒരു സൈക്യാട്രിസ്റ്റിന്റെ സഹായം കൂടെ തേടി മെഡിക്കേഷൻ പോസിബിൾ ആണോ, മെഡിക്കേഷൻ കൊണ്ട് ഒരു ട്രയൽ ഓഫ് മെഡിക്കേഷൻ എന്ന് പറയും, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ മെഡിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് ചെറിയ ഡോസിൽ കൊടുത്തിട്ട് വിൽ there be an impact, will there be a change എന്നുള്ളത്. ചിലപ്പോൾ ലൈഫ് ലോങ് ആവാം, ചിലപ്പോൾ ആയിക്കൂടാ, നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽ ചൈൽഡ്. Okay, ma'am. Thank you so much. Welcome.